أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا دعوا إلى الله ورسوله ليحكم بينهم إذا فريق منهم معرضون وإن يكن لهم الحق يأتوا إليه مذعنين. വൈദാ ദുഉ അവർ വിളിക്കപ്പെട്ടാൽ ഇലല്ലാഹി വ റസൂലിഹി അല്ലാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും ലിയഹ്കുമ ബൈനഹും അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ ഇദാ ഫരീഖും മിൻഹും അവരിൽ ഒരു വിഭാഗം അതാ മുഅരിളൂൻ അവഗണിക്കുന്നു വഇൻ യകുൻ ലഹും അവർക്കാണെങ്കിൽ അവർക്ക് അനുകൂലമാകുകയാണെങ്കിൽ ലഹു അനുകൂലം അല എതിര് അങ്ങനെയാണല്ലോ. വൈ യക്കുല്ലഹും അവർക്ക് അനുകൂലമാണെങ്കിൽ അൽ ഹഖു ന്യായം യൗതു ഇലൈഹി അദ്ദേഹത്തിലേക്ക് അവർ വരും മുദ്ഇനീൻ താഴ്മ കാണിക്കുന്നവരായി അല്ലെങ്കിൽ വിനീത വിധേയരായ നിലയിൽ. മുകളിൽ പറഞ്ഞല്ലോ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും എന്നിട്ട് സ്വന്തം കാര്യങ്ങളിൽ വിശ്വസിക്കാതെ അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കാതെ അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്ന ആളുകൾ അവർ മുഅ്മിനുകളല്ല എന്ന് അതിൻ്റെ അടയാളം പറയുകയാണ് ഈ ആയത്തുകളിൽ. വൈദാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി ലിയഹ്കുമ ബൈനഹും അവർക്കിടയിലുണ്ടാകുന്ന തർക്കങ്ങളിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി അവർ വിളിക്കപ്പെട്ടാൽ എന്നാണ്. മദീനയിലെ മുനാഫിക്കുകൾ ചെയ്തിരുന്ന ചില പണികൾ റിവായത്തുകളിൽ കാണാം. ഒരിക്കൽ ഒരു മുനാഫിക്കും ഒരു ജൂതനും തമ്മിൽ തർക്കമുണ്ടായി. അപ്പോൾ ജൂതനും ബോധ്യമുണ്ട് ഇത് സത്യസന്ധമായി വിധി പറഞ്ഞാൽ എനിക്ക് അനുകൂലമായിരിക്കുന്നു. അതുകൊണ്ട് ജൂതൻ പറഞ്ഞു നമുക്ക് മുഹമ്മദിൻ്റെ അടുത്ത് പോകാം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മുനാഫിക്ക് പറഞ്ഞു നമുക്ക് കഅബ് ബിൻ അഷ്റഫിൻ്റെ അടുത്ത് നിങ്ങളുടെ നേതാവിൻ്റെ അടുത്ത് പോകാം. കഅബ് ബിൻ അഷ്റഫ് ജ്യോത്സ്യനും തർക്കങ്ങൾ വിധിക്കുന്നവനുമൊക്കെയായ ജൂത പണ്ഡിതനായിരുന്നു. അയാളുടെ അടുത്ത് പോയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കാശ് കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റും എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അത് നടക്കില്ല. സൂറത്തു നിസായിൽ അള്ളാഹു ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അലം തറ ഇലല്ലദീന യസുഉമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക താങ്കൾക്ക് മുമ്പ് താങ്കൾക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട് അള്ളാഹു. പിന്നെ അവർ റായിത്തൽ മുനാഫിഖ് അവർ യുരീദൂന യതഹക്കമു ഇല താഗൂത്ത് അവർ താഗൂത്തിലേക്ക് വിധി തേടി പോകാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് വാദിക്കുകയും എന്നാൽ തങ്ങളുടെ കാര്യത്തിൽ നിയമപരമായി ഒരു തീർപ്പ് കൽപ്പിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ദൈവധിക്കാര ശക്തികളെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമത്തിന് വിരുദ്ധമായി വിധി കൽപ്പിക്കുന്ന കോടതികളെ അല്ലെങ്കിൽ ഭരണാധികാരികളെ ഒക്കെയാണ് അവർ തേടിപ്പോകുന്നത് എന്നർത്ഥം. അതുതന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിലേക്കും റസൂലിലേക്കും പിന്നെ വിളിക്കപ്പെട്ടാൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ മുഅ്മിനാണെങ്കിൽ എന്ത് വേണം? മുഅ്മിനാണെങ്കിൽ അള്ളാഹിൻ്റെയും റസൂലിൻ്റെ അടുത്ത് വരും വേണം, അള്ളാഹിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുകയും വേണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ ഹാജരാകുകയും വേണം. എന്നിട്ട് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിനെ തങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളിൽ വിധി കൽപ്പിക്കാൻ മധ്യസ്ഥനായി സ്വീകാര്യമാകണം. പിന്നീട് ആ റസൂല് വിധി കൽപ്പിച്ചതിൽ യാതൊരുവിധ മനപ്രയാസവും ഇല്ലാതിരിക്കണം. അതാണ് മുഅ്മിന് ചെയ്യേണ്ടത്. പിറകെ അത് അള്ളാഹു തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ. വൈദാ ദുഉ ഇലല്ലാഹി വ റസൂലിഹി അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ അവരിലൊരു വിഭാഗം അഥവാ മുനാഫിക്കുകളിലൊരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അവഗണിച്ച് പോകുന്നു. വൈൻ യകുൽ ലഹുമുൽ ഹഖ്ഖു യഅ്തു ഇലൈഹി മുദ്ഇനീൻ അവർക്കാണ് അവകാശമെങ്കിൽ അവർ വിധേയരായിട്ട് വളരെ വിനീതരായിട്ട്
വരികയും ചെയ്യും. അഥവാ റസൂലുള്ളാഹിന്റെ വിധി കൊണ്ട് എനിക്കാണ് നേട്ടമുണ്ടാകുക എന്നാണെങ്കിൽ അവർ വളരെ വളരെ കൂളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ബാധകമാണോ? അല്ല. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ കോടതിയോട് സത്യവിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത്. അഥവാ തർക്കങ്ങൾ ഉണ്ടാകാം, മനുഷ്യർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതെന്ത് വേണം? ഇസ്ലാമിക കോടതിയുടെ മുമ്പാകെ വെക്കണം. എന്നിട്ട് ഖുർആനും സുന്നത്തും അനുസരിച്ച് ഈ വിഷയത്തിൽ എന്താണ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന സത്യസന്ധമായ നിലപാട്, അത് ഇസ്ലാമിക കോടതി പറയും. ആ പറഞ്ഞത് സ്വീകാര്യമാകുകയും വേണം. എന്നാൽ വരാതിരുന്നാലോ, അവഗണിച്ചിട്ട് വരാതിരുന്നാൽ, ഇപ്പോൾ ഇക്കാലത്ത് നമ്മൾ പറയുന്നത് പോലെ എക്സ്പാർട്ടി വിധിയാണ് പിന്നെ ഉണ്ടാവുക. അഥവാ അവനെതിരെ വരാതിരുന്നത് തന്നെ ഒരു കുറ്റമായിട്ടാണ് കാണിക്കുക എന്നർത്ഥം. ഇത് ഇക്കാലത്ത് നമുക്ക് ധാരാളമായി കാണുന്നതാണ്. ഒന്ന്, മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ 2 തരം കോടതികളാണ്. മുസ്ലിം രാജ്യങ്ങളിൽ നിയമങ്ങൾ തന്നെ 2 തരമാണ്. ഇസ്ലാമിക നിയമങ്ങളും അല്ലാത്ത അവരുണ്ടാക്കുന്ന നിയമങ്ങളും. അത് തന്നെ ഈ ആയത്തിനെതിരാണ്. പിന്നെ ഇസ്ലാമിക കോടതിയിൽ പോയാൽ എനിക്ക് നഷ്ടമാണ് ഉണ്ടാകുക എന്ന് വിചാരിച്ച് ഭൗതിക കോടതിയിൽ പോകാൻ സംവിധാനം ഭരണകൂടങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സത്യവിശ്വാസിയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് സ്വീകാര്യമാകാൻ പാടില്ല. ഇനി മറ്റൊരു വിഷയമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടേതുപോലെ ഇസ്ലാമിക കോടതിയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അഥവാ ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്വത്ത് വീതിക്കുന്നത് ഇസ്ലാമിക നിയമപ്രകാരം ആകണം. അപ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം സ്വത്ത് വീതിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പെൺമക്കൾ മാത്രമുള്ള ആൾക്ക് 3/2 മാത്രമേ പെൺമക്കൾക്ക് കിട്ടുകയുള്ളൂ. 1/1 അവകാശികൾ വേറെ സഹോദരങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ അത് തടയാൻ വേണ്ടി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭൗതിക നിയമപ്രകാരം സ്വന്തം ഭാര്യയെ വീണ്ടും വിവാഹം കഴിക്കുക, ഇതൊക്കെ ഈ നിഫാക്കിൻ്റെ അടയാളമാണ്. അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് എൻ്റെ മക്കൾക്ക് എന്താണ് അവകാശമുള്ളത് അത് അവർക്ക് കിട്ടുന്നുള്ളത്, അതിൽ സമാധാനം കണ്ടെത്തുകയും അതിൽ സംതൃപ്തനാകുകയും ചെയ്യുന്നതിന് പകരം അതിനെ മറികടക്കുവാൻ വേണ്ടിയുള്ള വഴികൾ ആലോചിക്കുക. അതേ സമയത്ത് ഇപ്പോൾ കൗതുകകരമായ തമാശ കാണാൻ നമുക്ക്. ഈ സ്വന്തം ഭാര്യ വീട്ടിൽ സ്വത്ത് വീതിക്കുമ്പോൾ വാദം ആണിനും പെണ്ണിനും തുല്യ അവകാശം കിട്ടണം എന്നായിരിക്കും. കാരണം ഇവൻ്റെ ഭാര്യയ്ക്ക് അവിടുന്ന് എൻ്റെ അളിയന്മാർക്ക് കിട്ടുന്നത് പോലുള്ള അവകാശം കിട്ടണം. അതേ മനുഷ്യൻ സ്വന്തം പിതാവിൻ്റെ സ്വത്ത് വീതം വെക്കുമ്പോൾ ലിദക്കരി മിസ്ലി ഹദ്ദിൽ ഉൻസയൈൻ എന്നാണല്ലോ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഖുർആൻ വേണം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ, പെങ്ങന്മാർക്ക് ആണോഹരിയുടെ പകുതി കൊടുത്താൽ മതി. അപ്പോൾ അവന് ഖുർആനിൻ്റെ ആളാണ്. അല്ലാത്തപ്പോൾ അവൻ വലിയ നിയമസമത്വം, സ്ത്രീ പുരുഷ സമത്വം, ഇങ്ങനെയൊക്കെ വാദിക്കുന്ന നിയമങ്ങളുടെ ആധുനികവൽക്കരണം, ഇതൊക്കെ വാദിക്കുന്ന ആളാണ്. ഇത്തരം വൈരുദ്ധ്യങ്ങളൊക്കെ നിഫാഖിൻ്റെ അടയാളമായിട്ടാണ് അല്ലാഹു തആല ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ. അതുപോലെ തന്നെ ജീവിതത്തിലെ നിയമങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ രാജ്യങ്ങളായാലും സമൂഹങ്ങളായാലും എന്ത് വേണം? അള്ളാഹുവിൻ്റെ നിയമം, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ കാഫിറൂൻ ലാലിമൂൻ ഫാസിഖൂൻ, 3 പറഞ്ഞത് കാണാൻ കഴിയും സൂറത്തുൽ മാഇദയിൽ. അള്ളാഹു ഇറക്കിയ നിയമമാകണം സത്യവിശ്വാസിക്ക് നിയമം. അത് നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ നടപ്പിലാക്കാൻ വേണ്ടി പണിയെടുക്കുക എന്നല്ലാതെ കുഫറിൻ്റെ നിയമത്തിൽ സംതൃപ്തനാകുന്ന പരിപാടി പറ്റുകയില്ല എന്നർത്ഥം. ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നിയമമാണ് നല്ലത് എന്നും ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നിയമം അത്ര പുരോഗമനപരമല്ല എന്നൊക്കെയുള്ള വാദങ്ങൾ, ഇതൊക്കെ ഈ കാപ്പട്യത്തിൻ്റെ ആവിഷ്കാരങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി ഇറക്കിയ ഏറ്റവും പുരോഗമനപരമായ എല്ലാവിധ അറിവിൻ്റെയും യുക്തിജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എല്ലാം അറിയുന്ന റബ്ബ് ഇറക്കിയതാണ് നല്ലത് എന്ന് അംഗീകരിക്കാതെ ഒരാളും യഥാർത്ഥത്തിൽ മുഅ്മിനാകുകയില്ല. അത് തന്നെയാണ് വമാ ഉലൈക ബി മുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല തന്നെ എന്ന് പറഞ്ഞത്. ഇനി അടുത്ത ആയത്തിൽ അവർ അക്രമികളാണെന്നും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇത്തരം കുഫ്റുകളിൽ നിന്ന്, നിഫാഖിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും നമ്മുടെ സമൂഹത്തെ അതിൽ നിന്ന് ശുദ്ധീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.